പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാന, ആ കുർബാനയെ കർത്താവെ ആൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നിന്ന് കർത്താവ് നടത്തിയിട്ട് ജപമാലയായി പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജപമാല ശക്തിയാൽ ഞാൻ ഈ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവെ, ഈ ആശീർവാദ ശക്തിയാൽ നിങ്ങൾ ഇന്ന് വരെ ബന്ധിച്ചിട്ടിരിക്കുന്ന രോഗമാകാം, ശാപമാകാം, പലതരത്തിലുള്ള ഉപദ്രവങ്ങളാകാം, യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവ് അത് അഴിഞ്ഞു മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവെ, അപ്പാ, സ്വർഗീയപ്പ, അങ്ങേ പുത്രൻ യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൈകൾ അങ്ങയുടെ മക്കളുടെ മേൽ നീട്ടണമേ. അവരുടെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണമേ. അധ്വാനങ്ങളെ നീ അഭിവൃദ്ധിപ്പെടുത്തണമേ. അവരോട് വാക്ക് പറഞ്ഞവരെ, അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഡേറ്റ് ഇട്ടിരിക്കുന്ന ഡേറ്റുകളെ നീ ആശീർവദിക്കണമേ. നീ ഹോണർ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളും ഓരോ ഡേറ്റിനെ ഓർത്ത് ആശങ്കപ്പെടുന്നവരുണ്ട് ഈശോയെ. ആ ഡേറ്റിൽ നിന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടി കൊതിക്കുന്നവരുണ്ട് ഈശോയെ. ആ സമയത്തിൽ കർത്താവെ നിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം പ്രാർത്ഥിക്കുന്നു. സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ദൈവത്തിൻ്റെ കരുണയുടെ പ്രതീകമേ, ദൈവത്തിൻ്റെ കരുണയുടെ അനുഭവ തലങ്ങളായി അമ്മേ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്നവരെ, മദ്യപാനത്തിനും മയക്കുമരുന്ന് അടിപ്പെട്ട കുഞ്ഞുങ്ങളെ, ജയിലിലാകപ്പെട്ടുള്ള കുടുംബനാഥന്മാരും കുടുംബത്തിലുള്ളവരും അവരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ ഇപ്പോൾ ജോലി നഷ്ടപ്പെടും, ഇന്ന് ജോലി നഷ്ടപ്പെടും കർത്താവ് എന്ന് പറഞ്ഞിട്ടുള്ളവരെ അങ്ങ് സന്ധിക്കണേ കർത്താവ്. അങ്ങേക്കറിയാം, അങ്ങ് നഷ്ടപ്പെടാതിരിക്കാൻ അവരെ സന്ധിക്കാൻ അങ്ങേക്കറിയാം കർത്താവ്. അലഞ്ഞ് നടന്ന് പല ഇൻ്റർവ്യൂ പങ്കെടുത്തിട്ടും എല്ലാം റിജക്റ്റ് ആകുന്ന മക്കളെ പ്രത്യേകം നീ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു ഈശോയെ. പലതരത്തിലുള്ള
സാമ്പത്തിക ബാധ്യതയൊക്കെ കൊടുക്കി തീർക്കാൻ വേണ്ടി ഡേറ്റ് ഇട്ട് അവർക്ക് അത് ഡേറ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവർ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുന്നുണ്ടെങ്കിലും നാളെ വരും നാളെയാണ് പറഞ്ഞിരിക്കുന്നതൊക്കെ പറയുമ്പോഴും ആ വാന്നൊക്കെ പറയുമ്പോഴും ഒരു വഴിയും കാണാത്തവരുണ്ട്. അവരെ നീ അന്ന് സന്ധിക്കണം കർത്താവ്, ഇന്ന് 6 മണിക്കുള്ളിൽ അവിടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാൻ പരിശുദ്ധ ദേവമാതാവ് ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവെ, കടകൾ നടത്തുന്നവരും അതുപോലെ തന്നെ പല പല വ്യവസായങ്ങൾ ചെയ്യുന്നവരും അവരുടെ എല്ലാ വിഷയങ്ങളുടെ മേലും അവർക്കെല്ലാം സമാധാന സന്തോഷത്തോടെയും കർത്താവ് ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കോളേജ് അഡ്മിഷന് വേണ്ടി പോകുന്നവർ, അതുപോലെ കോളേജിലെ ഉപരി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ ശ്രമങ്ങളും കർത്താവ് നിന്നെ ആശീർവദിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എൻ്റെ മക്കളെ, അതായത് ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദൈവത്തെ കൂടി കക്ഷി ചേർത്തുകൊണ്ടാണ്. നമ്മൾ ബുദ്ധിയും ബോധമില്ലാതെ ദൈവത്തെ പുറന്തള്ളിക്കൊണ്ട് നമ്മുടെ ബുദ്ധി, നമ്മുടെ ആലോചന, നമ്മുടെ ശക്തി, നമ്മുടെ അനുഭവ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ അതിന് നമ്മൾ ബൈബിളിൽ ഗർവെന്നാണ് പറയണത്. ഈ ഗർവ് കാരണമാണ് പലപ്പോഴും നമ്മൾ പണി മേടിക്കുന്നത്. അതുകൊണ്ട് ഗർവില്ലാതെ ജീവിക്കാൻ ദൈവത്തെ കക്ഷി ചേർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള വചനങ്ങൾ കേൾക്കാം. യോഹന്നാൻ 15:5 എടുത്തേ. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഒരു നിത്യത എന്ന വിഷയം നമ്മുടെ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് എയിമാണ്, ആത്യന്തിക ലക്ഷ്യമാണെങ്കിൽ അത് ക്രിസ്തുവിനെ കൂടാതെ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളവർക്ക് ഭക്ഷണം കഴിക്കാനില്ലേ, ജോലിക്ക് പോകണില്ലേ, കാറ് വാങ്ങിക്കുന്നില്ലേ, ഡ്രൈവ് ചെയ്യണില്ലേ, മനുഷ്യൻ റോക്കറ്റിൽ പോകണില്ലേ, പിന്നെ അതൊക്കെ യേശുവിനെ കൂടിയാണോ പോണത്? അങ്ങനെയുള്ള പൊട്ടൻ ചോദ്യങ്ങളല്ല, മറിച്ച് നിത്യതയുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ്? എന്നെ കൂടാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ലെന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണിത്. യോഹന്നാൻ 14:6 യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. അതാണ് സംഭവം. ഇത് ഈ 14:6 15:5 ബേസിക്കായിട്ട് ഒരേ വചനമാണ്. എന്താണ്? ക്രിസ്തുവിനെ കൂടാതെ നിത്യത ആഗ്രഹിക്കുന്നവരെ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ നിത്യത എന്നുള്ളത് സബ്ജക്റ്റ് വൈസിൻ്റെ ഇൻക്ലൂഡ് കണ്ടൻറ്റ് വൈസിൻ്റെ ഇൻക്ലൂഡ് ചെയ്യണം. അതിനതൊരു ഭാഗമായി നമ്മുടെ എല്ലാ ജീവനകളുടെയും കൂടെ ഈ നിത്യതയുടെ നൂല് കയറി പോകണം. അതൊരു സ്പൈനൽ കോഡാണ്. ആ നട്ടലിൻ്റെ അകത്തുകൂടി സ്പൈനൽ കോഡ് പോണ പോലെ ആയിരിക്കണം നിത്യത ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ കൂടെ എല്ലാം ഇത് കൂടി പോകും. എന്താണ്? ക്രിസ്തു കൂടി പോകണം. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്നും എന്നെ കൂടാതെ ആരും പിതാവിൻ്റെ ഇടയ്ക്കിൽ എത്തുന്നില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണ്? നിത്യതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ജീവിതത്തിൽ അത് അവിഭാജ്യമായ ഘടകമാണ്. നിത്യതയെ പരാമർശിക്കാതെ അധികരിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഉദ്ദേശം. ദൈവമായിട്ടുള്ള ഇടപാടിൻ്റെ ഒരു ഡീലിങ്സ് മനസ്സിലായില്ലേ? ഇപ്പോൾ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ മുദ്ര എൻ്റെ ശരീരത്തിലുണ്ട്. ക്ലിയർ അല്ലേ? അത് രോഗമായിട്ട് 1 2 3 ഉണ്ട്. ഈ ശ്വാസകോശ രോഗമൊക്കെ ഞാൻ ഇവിടെ നിന്ന് വണ്ടി കയറിയപ്പോൾ തന്നെ കർത്താവ് ബ്ലോക്ക് ചെയ്തു. അവിടെ ഒന്നും ഉണ്ടായില്ലേ, ഇവിടെ വന്നപ്പോൾ തിരിച്ചുണ്ടായി. അത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞ്. അതെല്ലാവരും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന, എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ പ്രാർത്ഥന എല്ലാം കൊണ്ട്, അത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ പ്രാർത്ഥന കൊണ്ട് കർത്താവ് ബ്ലോക്ക് ചെയ്തു. എനിക്ക് ഒരു ശ്വാസം മുട്ടലും ഉണ്ടായിട്ടില്ല. നല്ല മഴയും തണുപ്പുള്ള സമയത്ത് ഞാൻ സ്ഥലത്ത് അവിടെ പോയായിരുന്നു. എന്തുണ്ടായില്ല? അത് കർത്താവാണ് തീരുമാനിക്കണം ഉണ്ടാകണോ ഉണ്ടാകേണ്ടതെന്ന്. മനസ്സിലായ? അതേസമയത്ത് നമ്മൾ വിചാരിക്കേണ്ട കാര്യം, ദൈവം നമ്മുടെ നീതിയെ ചെയ്യത്തുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കലർപ്പില്ലാതെ, സംശയമില്ലാതെ. സംശയമാണ് നമ്മുടെ മനസ്സിനെ ദുർബലമാക്കണത്. അത് ആണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ്. ഇപ്പോൾ 10 ദിവസം നടന്നു വന്നില്ലേ കടലിലൂടെ, അപ്പോൾ കർത്താവ് അവൻ താന്നു പോയില്ലേ? എന്തുകൊണ്ടാണ് താന്നു പോയത്? അല്പവിശ്വാസി, നീ സംശയിച്ചു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 14:31. മത്തായി 14:31. ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചത് എന്തിന്? അപ്പൊ ഈ അല്പവിശ്വാസം ആണ് എന്ത് ചെയ്യണത്? മനസ്സിനെ ദുർബലമാക്കുന്നത്. അല്പവിശ്വാസം കൊണ്ടാണ് സംശയം വരണത്. ഇപ്പോൾ വ്യഗ്രതയും നേരത്തെ കണ്ടത് എന്താണ്? മനസ്സ് ദുർബലമാകണത് എന്താണ്? വ്യഗ്രത അല്ലേ? 21 ലൂക്കാന്റെ സുവിശേഷം 21:34 സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവ മനസ്സ് ദുർബലമാകും.
അപ്പോൾ വ്യഗ്രത ഒരു പ്രശ്നമാണ്. വ്യഗ്രതയും അതേസമയം തന്നെ പിന്നെ എന്താണ്, സംശയവും. ഈ രണ്ട് സംഭവം നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട രോഗങ്ങളാണ്, വ്യഗ്രതയും സംശയവും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ ആദ്യ കാലങ്ങളിലൊക്കെ ശരിക്കും ഗൺ പോയിൻ്റ് കൊണ്ടുവരേണ്ടത് വ്യഗ്രതയും അതുപോലെ തന്നെ സംശയത്തെയുമാണ് ചികിത്സിക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എൻ്റെ ജീവിതത്തിലുള്ള വ്യഗ്രതയെയും സംശയത്തെയും നിന്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകി നീ വിശുദ്ധീകരിച്ച് എന്നെ ബലപ്പെടുത്തണമേ. ഇങ്ങനെ ബലപ്പെടുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് രോഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? സ്പിരിച്വൽ ഡിസീസ് രണ്ടാണ്. എന്താണ്? ഇനി ഉണ്ടാകുമേ, ഈശോ പറയണനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ എന്താണ്? സംശയം. രണ്ടാമത്തെ എന്താണ്? വ്യഗ്രത. ഈ വ്യഗ്രതയെ മാറ്റി, സംശയം മാറ്റി മനസ്സിനെ ദുർബലമെന്നല്ല പറഞ്ഞത്. ദുർബലമാകുമ്പോൾ തന്നെ നമ്മളെന്താ പറയണത്? അതിനെ ബലപ്പെടുത്തേണ്ടി വരും. മനസ്സിനെ ബലപ്പെടുത്തണം. മനസ്സിനെ ബലപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ അറിയണ്ടേ? അതിൻ്റെ മരുന്ന് എന്താണ്? അതിൻ്റെ ടോണിക് എന്താണ്? ഇഞ്ചക്ഷനാണ്, IV ആണ്, ടോണിക്കാണ്, ടാബ്ലറ്റ്സ് ആണ്? എന്താണ് നമ്മൾ കഴിക്കേണ്ടത് മനസ്സിനെ ബലപ്പെടുത്താൻ? മോസസ് എന്താണ് കഴിക്കാതിരുന്നത്? എന്താണ് അറിയേണ്ടത് മനസ്സിനെ ബലപ്പെടുത്താൻ വേണ്ടി? കാര്യം എന്താ? വാഗ്ദാന നാട് കക്ഷി പ്രാപിക്കത്തില്ലെന്ന് ദൈവം മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? ഉടമ്പടിയുടെ നീ വെച്ചിരിക്കണ ഒരു നിയോഗം നടക്കത്തില്ലെന്ന് ദൈവം മുഖത്ത് നോക്കി പറയും. നിൻ്റെ പോക്കും കളി ഇതുപോലെയാണെങ്കിൽ നീ ഉടമ്പടി വെച്ചിരിക്കണ ഒരു സംഭവം നടക്കത്തില്ലെന്ന് ദൈവം നിൻ്റെ മുഖത്ത് നോക്കി പറയും. എന്താ കാര്യം? മോസസിനോട് പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി നീ വെച്ച കാര്യങ്ങളൊന്നും നടക്കത്തില്ല, വാഗ്ദാന നാട് നീ പ്രാപിക്കത്തില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അയർലൻഡ് വഴി ഈശോ പറഞ്ഞ ഇതാണ്, മോസസും ജോഷുവയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അതാണ് വിഷയം. എന്തൊക്കെയാണത്? 33:11 എടുത്ത് ഉറപ്പാണ്. 33:11 സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. മോശസ് വിട്ടുപോയിട്ടും ജോഷുവ കൂടാരത്തെ വിട്ടുപോണില്ല. ഗ്യാപ്പ് ഒരു പ്രോബ്ലമാണ്, മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ വാഗ്ദാനം പ്രാപിക്കാൻ ഗ്യാപ്പ്. മോസസിനും ഗ്യാപ്പുണ്ട്. നഴ്സുമാർക്കും എഞ്ചിനീയർമാർക്കും പ്രൊഫഷൻസ് അറിയാം ഗ്യാപ്പ് എന്ന് എന്താണെന്നറിയാം. ഗ്യാപ്പ് ഒരു പ്രോബ്ലമാണ്. ഇവിടെ തന്നെയല്ല, എല്ലായിടത്തും. ഇവിടെ എന്താ പ്രോബ്ലം? അതായത് സ്ഥിരത എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. 1 തിമോത്തി 6:6 ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് എന്ന് പറഞ്ഞ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതിന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. 6:11 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എന്നാൽ ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടി അകലണം. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കുക. സ്ഥിരത നമ്മളെ അതായത് നമ്മുടെ ഗൺ പോയിന്റിൽ കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ് സ്ഥിരത. അതായത് ഇപ്പോൾ കുറച്ച് പ്രാർത്ഥിച്ച്, രാവിലെ പ്രാർത്ഥിച്ചു, പിന്നെ നിങ്ങൾക്ക് തോന്നിയ മാസം പോലെയൊക്കെ ജീവിച്ചു, വൈകുന്നേരം എടുത്ത് ഉടമ്പടി പ്രാർത്ഥിച്ചു, പിന്നെ നിങ്ങൾക്ക് തോന്നിയ മാസം പോലെ തോന്നിയ മാസം കുറച്ചൊക്കെ പറഞ്ഞ് ആവശ്യമുള്ളത് ഇല്ലാത്ത പറഞ്ഞ് ദൈവത്തെ ഇറക്കാത്ത കാര്യമൊക്കെ പറഞ്ഞിട്ട് രാവിലെ എടുത്ത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി അപ്പോൾ പോയി സ്ഥിരത പോയി. സ്ഥിരത എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉടമ്പടിയല്ലേ ദൈവമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ദൈവത്തിന് നിരക്കാത്ത വർത്തമാനങ്ങളെ ഒഴിവാക്കണം. മനസ്സിലായില്ലേ? ദൈവമായിട്ടുള്ള സ്ഥിരത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തുള്ളൊരു ജീവിതമാണെന്നുള്ളത് നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടാകണം. അല്ലാതെ ഇത് കൊണ്ടുവന്ന് ഏതാണ്ട് കൊണ്ടുവന്ന് എഴുതി ആട് പ്രസവിക്കണം, അമ്മ പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊണ്ടുവന്ന് ഇടത്തില്ലേ, ഈ നേരത്തെ പെട്ടി കൊണ്ടുവന്ന് ഇടത്തില്ലേ ആൾക്കാർ. അതുപോലുള്ള അഭ്യാസം കാണിച്ചിട്ട് പോരുത്. ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാമോ? അതായത് ഐ ആം നോട്ട് ദാറ്റ് സാറ്റിസ്ഫൈഡ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അതായത് ഉടമ്പടി എന്നൊരു പക്ക ഫോർമുലയാണ്. ഉടമ്പടിയിലേക്ക് കേരള സഭ എത്തിയത് 1975 തൊട്ട് 1925 വരെയുള്ള കാലമാണ്. ഈ 50 കൊല്ലം, 50 കൊല്ലമല്ലേ, 75, 2025, അത് 50 കൊല്ലം അല്ലേ? 50 കൊല്ലമാണ് ദൈവം നമ്മളെ കേരള സഭയെ പരിപാലിച്ചു കൊണ്ട്. കാര്യം എന്താണ്? കേരള സഭയെക്കുറിച്ച് കർത്താവിന് ഭയങ്കരമായ പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ സാത്താനും നല്ല പ്രതീക്ഷയുള്ള സ്ഥലമാണിത്.
അത് കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നം കേരള സഭയിലുള്ള എന്താണ്? ദൈവം ഇതിനെ ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചുകൊണ്ട് പോണത് സാത്താന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ലോകത്തെ തകർക്കാൻ കേരള സഭയെ ഉപയോഗിക്കണം. അതിനാണ് അവർ കുർബാനയൊക്കെ ഉപയോഗിക്കുന്നത്. ആ കുർബാന വിഷയമാകണം എന്താ തർക്കം? ശരിക്കും പറഞ്ഞാൽ ഫ്രീ മേസൺസിൻ്റെ കാലത്ത് കുർബാന അപമാനിക്കപ്പെട്ടതിനേക്കാൾ ശക്തമായ രീതിയിൽ ഇന്ന് പലപ്പോഴും കുർബാന ഒരു തർക്കത്തിൻ്റെ വിഷയമായി മാറുന്നില്ലേ? കാരണം കേരള സഭയെക്കുറിച്ച് ഒരു ആഗോളമായ പദ്ധതിയാണ് ദൈവത്തിനുള്ളത്. കാര്യം എല്ലായിടത്തും വിശ്വാസത്തിന് വിളക്ക് കെട്ടാൽ ഇവിടുന്ന് കൊണ്ടുപോയി ഇവിടുത്തെ കന്യകമാരും ഇവിടുത്തെ നീതിമാന്മാരും ഇവിടുത്തെ അഭിഷിക്തരും ഇവിടുത്തെ പ്രവാചകന്മാരും ലോകം മുഴുവനും വിശ്വാസം ജനിപ്പിക്കും. ഞാൻ അയർലൻഡിൽ നിന്ന് പോന്നപ്പോൾ എൻ്റെ ഒരു സഹോദരൻ പ്രവർത്തകൻ ജോജോ വിളിച്ച് പറഞ്ഞു വെച്ചാൽ സായിപ്പച്ചന്മാരൊക്കെ ഇവിടെ ഹാപ്പിയാണെന്ന് പറഞ്ഞു. എന്താണ് കാര്യം? നമ്മുടെ ആൾക്കാർ ധ്യാനം കൂടിയവരവിടെ അവരുടെ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ പള്ളിയൊക്കെ ആൾ കൂടിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ അയാളുടെ പേര് പറയാൻ കാര്യം അയാളത് പറഞ്ഞു സത്യമാണ് നിങ്ങൾ ധരിക്കാൻ വേണ്ടിയാണ്. എന്താ കഴിഞ്ഞാൽ എന്താണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തുള്ള ആ ദേവാലയത്തിലെ ആ തദ്ദേശീയരുടെ ദേവാലയത്തിൽ പോലും ജനങ്ങൾ പ്രാർത്ഥനാ നിരപരമായി. ദാറ്റ് മീൻസ് എന്താ കാര്യം? കർത്താവിന് വലിയൊരു പദ്ധതിയുണ്ട്. ഇവിടുത്തെ അഭിഷിക്തർ, ഇവിടുത്തെ പ്രവാചകർ, ഇവിടുത്തെ അപ്പോസ്തലന്മാർ ലോകം മുഴുവനും പോയി ലോകത്തിന് വന്ന വിശ്വാസ തകർച്ച ചെയ്യുന്നതിന് വീണ്ടെടുക്കാൻ കേരള സഭയെ കർത്താവ് വളരെ വളരെ ശക്തമായ രീതിയിൽ 1975 കരിസ്മാറ്റിക് ധ്യാനം ഇവിടെ വന്ന കാലം മുതൽ പ്രത്യേക പരിചരണത്തിൽ കൊണ്ടുവരികയാണ്. അത് സാത്താനും അറിയാം. അത് സാത്താനും അറിയാമെന്ന് നമ്മുടെ അപ്പോസ്തലന്മാർക്ക് അറിയണം. അത് മനസ്സിലാക്കിയിട്ട് അടിയന്തരമായിട്ട് ഈ വിഷയം എത്രയും വേഗം ക്രോസ് ചെയ്യണം. സഭയ്ക്ക് ഡാമേജ് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ജയപരാജയങ്ങളുടെ പ്രശ്നങ്ങളില്ല. ഇത് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് സഭയ്ക്ക് ഡാമേജ് ഇല്ലാതെ ഈ വിഷയം പര്യവസാനിച്ചാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇതിൽ പ്രവർത്തിച്ചതെന്നാണ്. അതിനുവേണ്ടി ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് 33:11 വായിച്ചോളൂ. അതാണ് ഇന്നത്തെ കീബേഡ്. 33:11 സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ യോശുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. അപ്പൊ കൂടാരത്തെ വിട്ടുപോകാതിരുന്നത് ആരാണ്? ജോഷുവയാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? സംശയങ്ങളെ കൊണ്ടോ പിന്നെന്താണ് വ്യഗ്രത കൊണ്ടോ മനസ്സ് ദുർബലപ്പെട്ടാൽ ആ ദുർബലപ്പെട്ട മനസ്സിനെ ബലപ്പെടുത്താനുള്ള ഔഷധം എന്താണ്? കൂടാരത്തെ വിട്ടുപോകാതെ സ്ഥിരതയോടെയുള്ള ദൈവസംസർഗമാണ്. ക്ലിയറാണോ? ക്ലിയറല്ലേ? അതാരാണ് ചെയ്തത്? മോസസ് അല്ല. പിന്നെ ആരാണ് ചെയ്തത്? ജോഷുവയാണ്. അത് കാരണം ജോഷുവക്ക് എന്നാ കിട്ടിയത്? ആത്മശക്തി കിട്ടി. ജോഷുവ ആദ്യം ഈ ജെറീക്കോ പട്ടണം ഒറ്റുനോക്കാൻ വേണ്ടി പോയ ശേഷം വന്നപ്പോൾ അവിടെയുള്ള ഒറ്റുനോക്കാൻ പോയി വെച്ചാൽ സ്പൈ വർക്ക് ചെയ്യാൻ പോയി. ആ പട്ടണത്തിൽ പിടിച്ചടക്കാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ തിരിച്ചു വന്നിട്ട് എല്ലാവരും പറഞ്ഞു ഞങ്ങൾ അനാക്കിൻ്റെ രാക്ഷസനാണ്. അനാക്ക് ഗോലിയാത്തിനെ പോലെ രാക്ഷസവർഗമാണ്. അനാക്കിൻ്റെ മക്കളെ ഞങ്ങൾ അവിടെ കണ്ടെന്ന്. അപ്പോൾ തന്നെ ഇസ്രായേൽക്കാർക്ക് മുട്ടിട്ട് പറക്കാൻ തുടങ്ങി. എന്താ കാര്യം? അവർ പിടിച്ച് നിന്ന് കളയും. അത്രയും വില്ലന്മാരും മല്ലന്മാരുമായിട്ടുള്ള ആൾക്കാരാണ്. അതൊക്കെ അവർ വിശദീകരിച്ചപ്പോഴേ അപ്പം തന്നെ ജനം മോസസിനെയും ഇവരെല്ലാം പ്രാകാരം നിലവിളിക്കാൻ തുടങ്ങി. എന്താണ്? അവർ ഞങ്ങളെ കൊന്നുകളയും, ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് ജനം പേടിച്ച് വിറക്കാൻ തുടങ്ങി. ഈ പേടിച്ച് വിറക്കാൻ തുടങ്ങിയ ജനത്തോട് ജോഷുവ പറയുന്നൊരു വാക്കുണ്ട്. അതാണ് അതിന് ആത്മബലം കിട്ടിയെന്ന് പറയാൻ കാരണം. സംഖ്യ 14:18. സംഖ്യ 14:18. കർത്താവ് ക്ഷമാശീലനും അചഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനുമാണ്. അവിടുന്ന് അകൃത്യവും അപരാധങ്ങളും ക്ഷമിക്കുന്നവനാണ്. എന്നാൽ കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് മക്കളെ 3ഉം 4ഉം തലമുറ വരെ മക്കളെ. സംഖ്യ 13:33. സംഖ്യ 13:33. നെഫിലീമിൽ നിന്ന് വന്ന അനാക്കിന്റെ മല്ലന്മാരായ മക്കളെ അവിടെ ഞങ്ങൾ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി.
അവർക്ക് ഞങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെ തോന്നിയിരിക്കണം. 14:1-2-3 രാത്രി മുഴുവൻ ജനം ഉറക്കെ നിലവിളിച്ചു. ജനങ്ങൾ പിടിച്ചു പോയെന്ന് മനസ്സിലായില്ലേ? അവർ മോശയ്ക്കും അഹറോനുമെതിരായി പിറുപിറുത്തു. ജനം അവർക്കെതിരെ തിരിഞ്ഞു. അവർ പറഞ്ഞു, ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചെങ്കിൽ. ജനം ദുർബലമായി അല്ലേ? ജനം ദുർബലമായി. ഇപ്പോൾ ദുർബലമാകാത്ത ഒരാളുണ്ട്. വായിച്ചോളൂ താഴേക്ക്. വാളിന് ഇരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയായി തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത്. അവർ എല്ലാം പഠിക്കാൻ കൊണ്ട് കൊടവടാക്കിയാണ് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. മനസ്സ് അത്രയും ദുർബലമായി. തീർന്നു, നമുക്ക് തിരിച്ചു പോകാമെന്ന് ജനങ്ങൾ ഒരുമിച്ച് പറയുകയാണ്. അപ്പോഴും തിരിച്ചു പോകാൻ നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. 14:6 വായിച്ചേ. ദേശം ഉറ്റുനോക്കാൻ പോയവരിൽപ്പെട്ട, അതാണ് പ്രശ്നം. സംഖ്യയാണ് അത്. ദേശം ഉറ്റുനോക്കാൻ പോയവരിൽപ്പെട്ട നൂനിന്റെ മകൻ ജോഷുവയും യെഫുന്നയുടെ മകൻ കാലെബും തങ്ങളുടെ വസ്ത്രം കീറി. ദൈവിക പദ്ധതിക്കെതിരെ ജനം നിന്നപ്പോഴാണ് അവർ രക്ഷാകുലരായി വസ്ത്രം കീറിയത്. അതൊക്കെ അടുത്തത് അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ്. ഇവിടെ വെച്ചാണ് ഈ ട്രാൻസിഷൻ നടക്കുന്നത്. ജോഷുവ അഭിഷിക്തനാകണത്. അതായത് മോസസാണ് ഇവിടെ സംസാരിക്കേണ്ട ജനങ്ങളോട്. പക്ഷേ സംസാരിക്കുന്നത് ആരാണ്? മോസസ് അല്ല. ഇവിടെയാണ് മോസസിൻ്റെ നേതൃത്വം ഇവിടെ ഫെയ്ഡ് ആകണത്. ഇപ്പം ജോഷുവ ബാറ്റൺ കയ്യിലെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇതൊരു ദിക്സാക്ഷി വിതരണം പോലെ നോക്കിക്കഴിഞ്ഞാൽ അതായത് ജീവിതവുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ആരാണ് ബാറ്റൺ കയ്യിലെടുക്കുന്നത്? ആരാണ് മുന്നോട്ട് പോകാൻ ദൈവം ഇച്ഛാശക്തി നൽകണത്? ആരാണ്? ജോഷുവയാണ്. എന്താണ് അവൻ്റെ പ്രത്യേകത? മോസസ് കൂടാരത്തിൽ ഇറങ്ങിപ്പോയാലും നൂനിൻ്റെ മകൻ ജോഷുവ കൂടാരം വിട്ടുപോകാതെ അവിടെ തന്നെ വസിച്ചു. അവനാണ് ഇനി സംസാരിക്കാൻ പോണത്. സംസാരിക്കാൻ അടുത്ത വചനമെടുത്ത്. കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരുകയും ചെയ്യും. കർത്താവിനോട് നിങ്ങൾ മറുതലിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പ്രത്യാശ. കർത്താവ് നമ്മൾ സംപ്രീതനാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് നയിക്കുകയും ആ ദേശം നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ, വാഗ്ദാനങ്ങൾ അത് നിറവേറുകയും ചെയ്യും. മുന്നോട്ട് പോകാൻ പറയണത് ആരാണ്? സ്ഥിരതയുള്ളവനാണ് പറയണത്. ഇത് സ്ഥിരത ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. മോസസിന് എവിടെയോ വെച്ച് ഈ ബാറ്റൺ കൈവശം വന്നു പോയി. അവൻ കൂടാരത്തിൽ തന്നെ ഇരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിച്ചത്. ഇപ്പോൾ മനസ്സിലായില്ലേ? മോസസ് കൂടാരത്തിൽ തന്നെ ഇരിക്കണം, സ്ഥിരതയോടെ നിലനിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. കൊണ്ടാണ് ബൈബിള് എഴുതിയപ്പോൾ മോസസ് പോയി കഴിഞ്ഞും ജോഷുവയെ അഡ്രസ്സ് ചെയ്യണത്. മോസസ് കൂടാരത്തിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ മോസസാണ് ഹീറോ എങ്കിൽ പിന്നെ അടുത്ത വാക്ക് എഴുതേണ്ടതിൽ പ്രസക്തിയില്ല. അടുത്ത വാക്ക് എഴുതി. മോസസ് കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടും പോകാതെ ഒരുത്തൻ അവിടെ ഉണ്ടായിരുന്നു, നൂനിൻ്റെ മകൻ ജോഷുവ. കൈയടിച്ച് കർത്താവേ ഞാൻ ഇന്നലെ ഇതൊക്കെ ധ്യാനിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ അമ്മേ, ഇനി ഇത് അമ്മയെക്കുറിച്ച് കണക്ട് ചെയ്ത് പറയാൻ പറഞ്ഞു. ഇത് അമ്മയെക്കുറിച്ച് കണക്ട് ചെയ്യാൻ പറഞ്ഞു. കാരണം ഇന്നലെ അഗസ്തിൻ്റെ ചില പഴയ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ചില പ്രസംഗങ്ങളൊക്കെ കേട്ട് ഞാനൊക്കെ ഡെസ്പായിരിക്കുകയായിരുന്നു. അഗസ്തീന വലിയ ജ്ഞാനപരമുള്ള സഭയിലെ പ്രാമാണികനായ ഡോക്ടറാണ്, ഗുരുവാണ് അഗസ്തിനെങ്കിലും അഗസ്തിന് അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അഗസ്തിന് അത്രയും ബോധമില്ലെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഈ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനി വചനത്തിൽ ഞാൻ എടുക്കുമ്പോൾ അമ്മയെക്കുറിച്ച് പറയണം. അമ്മ എങ്ങനെ അമ്മയായെന്ന് പറയണം. അമ്മ എങ്ങനെ വാഗ്ദാനം പ്രാപിച്ചത്? ആദ്യം വാഗ്ദാനം പ്രാപിച്ചത് ആരാണ്? പരിശുദ്ധ അമ്മയല്ലേ. ദൈവത്തിൻ്റെ നിയോഗം ആദ്യം പ്രാപിച്ചത് ആരാണ്? വചനം മാംസമായത് അമ്മയാണ്. അമ്മ എങ്ങനെയാണ് വചനം വാഗ്ദാനം പ്രാപിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറേ നേരം സ്തുതിച്ചിട്ട് വചനം എടുത്തപ്പോൾ അമ്മ എങ്ങനെയാണ് അമ്മയായെന്ന് എന്നോട് പറഞ്ഞു. അത് ലൂക്കാസ് വിശേഷമാണ്. അതായത് 2-ാം അധ്യായം 37-ാമത്തെ തിരുവചനം. ലൂക്കാ 2:37. ശ്രുതികട്ടെ ഹല്ലേലൂയ. ലൂക്കാ 2:37. 84 വയസ്സായ ഈ വിധവ പറഞ്ഞ ആരെക്കുറിച്ച് പറയണമെന്ന് അറിയാം? അന്നയെക്കുറിച്ച് പറയണ. അന്നയെക്കുറിച്ച് പറയുന്ന അന്ന ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഒരു സമാന്തര രൂപമാണ്. എങ്ങനെ നമ്മൾ വചനം ദൈവത്തോട് ചോദിച്ച് പഠിക്കണം. ഞങ്ങളൊക്കെ ആദ്യം വചനം പ്രൊഫസർമാരോടും ലൈബ്രറിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ശരിക്കും അതിൻ്റെ അന്തരാർത്ഥങ്ങൾ അത് എഴുതുകയും അത് ജീവിച്ച് ചെയ്ത
അത് എഴുതിയ ആത്മാവിനോട് ചോദിച്ച് പഠിക്കുന്നത് വേറൊരു പഠനമാണ്. വരമെന്ന് പറയുന്നത് ജ്ഞാനപഠനം. അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നോട് അന്നയെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ വചനമെടുത്ത് കാണിച്ച് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് 2:37 ലൂക്കാ സുവിശേഷം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? വായിച്ചോളൂ. 84 വയസ്സായ ഈ വിധവ എന്ന് പറഞ്ഞ 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. ഇതിന്റെ കണ്ടില്ലേ, ഇവര് ഈ അന്ന എന്ന് പറയുന്ന ഈ പ്രവാചിക ശരിക്കും പറഞ്ഞാൽ ഒരു പുറപ്പാട് ജനതയുടെ ജീവിത അനുഭവങ്ങളുടെ ഒരു പ്രോട്ടോടൈപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പേഴ്സണൽ രൂപമാണത്. അതൊരു സമൂഹ രൂപമാണ് അവർ. അത് അതിൻ്റെ ഒരു വ്യക്തി, ഒരു പോക്കറ്റ് ഷോപ്പിലെ പേഴ്സണിൻ്റെ ഒരു രൂപമാണ് ഈ അന്ന. അയാളെന്താണ്, അവരുടെ ജീവിതം തന്നെ പുറപ്പാട് പോലെയാണ്. എന്താണ്, 84 കൊല്ലം അവർ വിധവയായി. അത് 7 വർഷം അവർ ഭർത്താവിനോട് ജീവിച്ചു. എത്ര വർഷമാണ് ജീവിച്ചത്? 7 വർഷം. എന്നുപോലെയാണ് 12 വയസ്സ് മുതൽ താരുണ്യം എന്നാണ് പറയുന്നത്. താരുണ്യം 12ാമത്തെ വയസ്സാണ്. അപ്പോൾ 12ാമത്തെ വയസ്സിൽ കല്യാണമായി. പിന്നെ എന്ത് പറ്റി? അവർ 12 to 7 വർഷം 19 വയസ്സ് വരെ അവർ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു. അപ്പോഴേ അതിനുശേഷം അവർ വിധവയായിപ്പോയി. എങ്ങനെ വിധവയായി? മക്കളില്ലാതെ വിധവയായി. അതാണ് പ്രശ്നം. അപ്പോൾ ചെങ്കടലും ജോർദാനും ഒക്കെ നീന്തി വരികയാണ്. മക്കളില്ലാതെ അവർ വിധവയായി. അപ്പോൾ മക്കളുള്ള വിധവകളുണ്ട്, മക്കളില്ലാത്ത വിധവകളുണ്ട്. ഇപ്പം ഇവരാരാണ്? മക്കളില്ലാത്ത വിധവയാണ്. ഈ മക്കളില്ലാത്ത വിധവ എന്ത് ചെയ്തെന്ന് പറഞ്ഞത്? ദേവാലയം വിട്ടുപോകാതെ. വായിച്ചോളൂ. ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. 2 കാര്യം ചെയ്തു. ഒന്ന് ഉപവാസം, പിന്നെ എന്താണ്? പ്രാർത്ഥന. അപ്പം അതിന് മാറ്റമില്ല. അത് ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിക്ക് തന്ന വചനമാണ് ഉപവാസവും പ്രാർത്ഥനയും. ഉടമ്പടിയിൽ മസ്റ്റായിട്ട് നടക്കേണ്ട കാര്യമാണ് എന്താണ്? ഉപവാസവും പ്രാർത്ഥനയും. പിന്നെന്താണ്? ദേവാലയം വിട്ടുപോകരുത്, കൂടാരം വിട്ടുപോകരുത്. ഇത് പള്ളിയിൽ പോയി കുത്തിരിക്കണമെന്ന, അല്ലെങ്കിൽ വീടിൻ്റെ നടയിൽ എപ്പോഴും തിരികത്ത് തന്നെ വധിക്കിരിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. എപ്പോഴും ദൈവത്തെക്കുറിച്ച് മാത്രം, ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. എല്ലാ വിഷയങ്ങൾക്കും ദൈവത്തെക്കുറിച്ച്, അല്ല കലേബിനെക്കുറിച്ച്, അല്ല അവിടുത്തെ അനാക്കിൻ്റെ മല്ലന്മാരെക്കുറിച്ച് അല്ല ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, ഇല്ലേ? അവരെന്താ, ജോഷുവ എന്താ ചിന്തിച്ചത്? ജനങ്ങളെല്ലാം ഭയന്ന് വിറക്കാൻ കാര്യം എന്താണ്? അവർ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചത്. ജോഷുവ എന്താണ് ഭയന്ന് വിറക്കാഞ്ഞതിൻ്റെ കാരണം? ആത്മബലം ഉണ്ടാകാൻ കാരണം എന്താണ്? അവൻ ദൈവത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. കൈയടിച്ച് കിടത്താൻ